ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. നമ്മളുള്ളത് ഖത്തറിലുള്ള കത്താര കൾച്ചറൽ വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു സ്ക്രീൻ കാണുന്നുണ്ട്. ഇതാ നല്ല മസ്ജിദ്, പീജിയൻ ഹൗസ്. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ട് ഭയങ്കര കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ പീജിയനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളവിടെ കൂടെ കുറേ നടന്ന് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം അവിടെയുള്ള കുറേ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇതാ പീജിയൻ ഹൗസ് ഞാൻ വീണ്ടും ഇതൊരു 3 എണ്ണമായിട്ടാട്ടോ ഉള്ളത്. ഒരു ഭാഗത്തുനിന്ന് 2 കാണുന്നത്. ഇത് കത്താര ആർട്ട് സ്റ്റുഡിയോസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. അവിടെ നമ്മൾ നടന്നത് ആദ്യം റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയയിലൊക്കെ നടന്ന് പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു എൻട്രൻസ് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. പിന്നെ ഇവിടെ കുറച്ച് കുഞ്ഞ് സ്റ്റാളെല്ലാം ഉണ്ടായിരുന്നു. ഈ സാൻഡിൽ മറ്റേ പേരൊക്കെ എഴുതുന്ന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഗോൾഡൻ മസ്ജിദ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റേഡിയം പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഉള്ളിൽ കൂടെ കയറിയാൽ നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അത്യാവശ്യം ഇത് ബീച്ചിൻ്റെ സൈഡിൽ വരുന്നതാണ്. കത്താര ബീച്ചിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറേ നടന്ന് ബീച്ചും കണ്ടിങ്ങനെ പിന്നെ ഇതാ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ വലിയൊരു ട്രക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയതാട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തോ അതിൻ്റെ മുകളിലിങ്ങനെ ഖത്തർ ടെലിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത്. അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബട്ടർഫ്ലൈസിൻ്റെ എന്താ പറയുക ചിറകുകൾ മാത്രം ഇങ്ങനെ ഉണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബട്ടർഫ്ലൈസിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയുണ്ടായ. പിന്നെ അവിടുന്ന് നമ്മളെന്താക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് നല്ല സമയം ലേറ്റായി കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് വേഗം അതിനുട്ടോ. അപ്പോൾ അങ്ങനെ അതാ നമ്മൾ നടന്ന് ആ പാർക്കൊക്കെ കുറേ ചുറ്റി. പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് മോള് കാണുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എന്താ പറയുക ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഷേപ്പിലാട്ടോ ഇത് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെ അത് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് ഇല്ലു മാത്രം പോയി. പിന്നെ ഇവിടെ വലിയൊരു ബൊക്കേൻ്റെ ഇത് കാണുന്നുണ്ട് ലൈറ്റൊക്കെ കത്തിച്ചിട്ട്. പിന്നെ ഒരു സമയം വൈകുന്നേരം ആയപ്പോൾ ഇതാ അവിടെ ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളൊരു ഷോപ്പാട്ടോ ഇത്. വലിയൊരു മോളൊക്കെ പോലെ ഉണ്ട്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. അങ്ങനെ നമ്മളെന്താക്കി ആ ഫുഡ് ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഷോപ്പാണിത്, ഫുഡ് ഹാള്. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അന്നേരം പിന്നെ ഫുള്ളൊന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളിതാ ഉള്ളിലേക്ക് പോവാണ്. ആദ്യം തന്നെ ഇതാ ഇവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കുറേ പൂവുള്ളതും പിന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ ഇതാ അതൊക്കെ കണ്ട് അത് പിന്നെ കണ്ടാൽ എനിക്ക് മതിയാവില്ലല്ലോ. എന്നാലും അത് കണ്ട് ഇങ്ങനെ നടന്ന് നമ്മൾ ഫുഡിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഇവിടെ ഇതാ കുറേ ചോക്ലേറ്റ്സും എല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കണ്ടപ്പോൾ എനിക്കത് വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെ ഞാനിതാ വീഡിയോ എടുത്ത് നടക്കുന്നു. ഇല്ലു എൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഇതാ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വാട്ടറിൻ്റെ ബോട്ടിൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ് കുറച്ച് കോഫീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തിടുന്നത്. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് കണ്ട് അത് കാണുമ്പോൾ നല്ല ഇഷ്ടമുണ്ടാവുമല്ലോ. പിന്നെ സ്പൈസസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ എത്തിയപ്പോഴാണ് നമ്മളെ സ്വന്തം കറ്റാർവാഴ ഇവിടെ കണ്ടത്. നല്ല വലിയ ലീഫ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. അങ്ങനെ ഇതാ പിന്നെ അതും കഴിഞ്ഞ് അവിടെയുള്ള എല്ലാം കാണാൻ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അത് ആ പേസ്ട്രീസിൻ്റെ ഏരിയയിലേക്ക് പോയപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേസ്ട്രീസും കേക്കും എല്ലാം ഉള്ള ഒരു ഏരിയ. പിന്നെ കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള കുറേ നല്ല കിച്ചൺ സ്റ്റഫ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അതെല്ലാം കാണാൻ എന്ത് ഭംഗിയാണ്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇതാ കുറേ ബണ്ണും ബ്രെഡും ക്രൊസാൻഡും അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനങ്ങൾ നല്ല രസത്തിൽ വെച്ചാണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയതാ ഞാൻ വീണ്ടും വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട്. നല്ല രസമുള്ള കുറേ സാധനങ്ങൾ. ഈ ഒരു കേക്ക് പീസിന് തന്നെ 28-30 ദിറത്തിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ചോക്ലേറ്റും വാങ്ങി. അതും വാങ്ങി നമ്മൾ ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ കുറേ അറബികൾ നിരനിരായിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മെട്രോയിലേക്ക് പോയി ഇതാ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ സ്റ്റേ ട്യൂൺ.